कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यम् दैवमान्निकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यम् दैवमान्निकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु मादः समस्त जगतां मधुकैट ഹലോ, ഞാനാ ജോമന. ഡ്യൂട്ടി കഴിഞ്ഞോ? പിന്നെ ഞാൻ വിളിച്ചതേ, എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? എനിക്കാണെ ആകെപ്പാട് ടെൻഷനാ. അവളിപ്പം നൈറ്റ് കഴിഞ്ഞെത്തും. ഞാൻ അതിനു മുമ്പൊന്ന് വിളിച്ചതാ. ഇന്ന് വരുമല്ലോ അല്ലേ? അതോ എന്നെ പറ്റിക്കാനാണോ? വരുമെന്നേ. ഇന്ന് ഞാൻ ഉറപ്പായിട്ടും വരും. രാവിലെ ഇറങ്ങും. അല്ലല്ല, കാറിലല്ലെന്നേ. ഞാൻ എന്നെ അത്രയ്ക്ക് മണ്ടനാണോ? ട്രെയിനാ വരുന്നത്. 10:30 അവിടെ എത്തും. അവിടെ എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? അവൾ വന്നെന്നാ തോന്നുന്നു. എന്നാ ആയിക്കോട്ടെ, വെച്ചോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൊച്ചെന്തി എണീറ്റോ? അവൻ മോള് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ ലഞ്ച് എടുത്തോ? ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നീ ലഞ്ച് എടുക്ക്. അത് ഇനിയിപ്പോൾ ഞാൻ എടുക്കണോ? എണീറ്റിട്ട് നിങ്ങൾ എന്നെ എടുക്കുമായിരുന്നു. എനിക്ക് നോർവിച്ചിലൊരു ട്രെയിനിങ് ഉള്ളതാ, അതിന് പോകാനുള്ളതാ. ഞാൻ പോയി ഒന്ന് വേഗം കുളിച്ച് റെഡിയാകട്ടെ. Well, thank you very mumuch, Johnny. And we're going to be opening up the labor forces because we have to. നീ വന്നോ? ഞാനൊരു ചായ ഉണ്ടാക്കാൻ തുടങ്ങുമായിരുന്നു. People like ഇല്ല, പിള്ളേർ എഴുന്നേറ്റില്ല. ഞാൻ അവരെ പോയി റെഡിയാക്കട്ടെ. നീ ചായ എന്നാ ട്രെയിനിങ് ആണോ? കിട്ടുന്ന നക്കാപ്പച്ച ശമ്പളം എന്നിട്ട് എന്നും ഒരു ട്രെയിനിങ് നേരത്തെ തൊട്ട് പറയത്തുമില്ല. അമ്മ എവിടെയുണ്ട് വാട്ടർ ബോട്ടിൽ? നിന്റെ ബാഗിന്റെ അകത്ത് ഞാൻ കാണൂടാ, നോക്കിക്കേ അവിടെ. അമ്മേ, വാട്ടർ ബോട്ടിൽ കിട്ടി. നേരെ പോയി കേട്ടോ. ദോശ എടുക്കട്ടെ കഴിക്കാൻ? വേണ്ട, നേരം പോയി. ഞാൻ പോകുന്ന വഴിക്ക് വല്ലതും കഴിച്ചോ. എന്തിന്റെ ട്രെയിനിങ് ആണേ? നേരത്തെ ഒന്നും പറയത്തുമില്ല. പുതിയ സോഫ്റ്റ്വെയറിന്റെ ട്രെയിനിങ്ങാ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡേറ്റിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? 2:30 വരെയാ ട്രെയിനിങ്. ഇവിടെ വരുമ്പോൾ 5 മണിയാവും. അത്ര സമയം? കാർ സ്റ്റേഷനിൽ ഇട്ടിട്ടാ പോകുന്നത്. തിരിച്ച് സ്റ്റേഷനിൽ വന്ന് കാർ എടുത്ത് ഇവിടെ വരുമ്പോൾ അത്ര സമയമാവും. അന്നേരം 3:30 കൊച്ചിനെ വിടിയല്ലേ? അവനെ എടുക്കണ്ടേ? അത് ഞാൻ ക്രിസ്പിനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ എടുത്തോളും. എടാ ഉണ്ണീസേ, വാടാ. താമസിക്കരുത് കേട്ടോ, എനിക്കിന്ന് നൈറ്റ് ഉള്ളതാണ്. എടി 5 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 5 മണിക്ക് ഞാൻ ഇവിടെ ഉണ്ട്. ഹലോ, എത്തിയോ? എത്തി. അവിടെ എല്ലാം ഓക്കെ ആണോ? ഇവിടെ എല്ലാം ഓക്കെയാ. അങ്ങേര് പിള്ളേരായിട്ട് സ്കൂളിൽ പോയി. ഞാനിപ്പം ജസ്റ്റ് കുളി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. ആണോ? അതെ, അങ്ങേര് ഇനി എപ്പോഴാ വരുന്നത്? അങ്ങേര് ടാക്സി ഓടിക്കൂലേ, ഇനി സ്കൂൾ വിടുമ്പോ പിള്ളേരായിട്ട് കൂട്ടിക്കൊണ്ട് വരുവുള്ളൂ. ഉറപ്പാണല്ലോ അല്ലേ? പേടിക്കാതെ, സ്കൂളുള്ള ദിവസം ഇവിടെ എല്ലാം ഇങ്ങനെയാ പതിവ്. പേടിക്കാതെ വേഗം ഇങ്ങോട്ട് വാ. എന്നാ നീ അഡ്രസ് ഒന്ന് പറഞ്ഞേ.
അതെ, അഡ്രസ്സ് ഒന്നും വേണ്ടെന്നേ. ഏതെങ്കിലും ടാക്സി വിളിച്ചിട്ട് ട്രിനിറ്റി റോഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. കാരണം എൻ്റെ ഹസ്ബൻഡ് ടാക്സി ഓടിക്കുന്നതുകൊണ്ട് എല്ലാവരും പരിചയക്കാരാ. അതുകൊണ്ട് ട്രിനിറ്റി റോഡ് ഇറങ്ങിയിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. എന്നാ ശരി ശരി, ഞാൻ അവിടെ വന്നിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. ഈ അവിധത്തിന് പോകുന്നവരെയൊക്കെ സമ്മതിക്കണം. എന്നാ ടെൻഷനാ. ടാക്സി പ്ലീസ്. ഓക്കെ, ഗെറ്റ് ഇൻ. ചേട്ടൻ മലയാളിയാണല്ലേ? അതെ അതെ, എനിക്ക് കണ്ടപ്പോൾ തോന്നിയായിരുന്നു. എവിടെ പോകാനാ? ട്രിനിറ്റി റോഡ്. അവിടെ എവിടെ പോകാനാ? അതെന്നെ അങ്ങനെ ചോദിച്ചേ? അല്ല, അതെനിക്കറിയാവുന്ന പ്ലേസാ. അതെ, അവിടെ ഒരു ഫിലിപ്പിനോ ഫാമിലി ഉണ്ട്. അവരെ അവിടെ കട നടത്തുക. അവരെ കാണാൻ പോവാ. അവിടെ 2-3 ഫിലിപ്പിനി കടയുണ്ട്. അവിടെ എവിടെയാന്ന് പറയാൻ അവിടെ വിടാം. അയ്യോ, അത് വേണ്ട വേണ്ട. ഇതേ ഒരു സർപ്രൈസ് വിസിറ്റാ. ഫേസ്ബുക്കിൽ കൂടെയുള്ള പരിചയമാണ്. ഒന്ന് നേരിട്ട് ചെന്ന് പറ്റിക്കാനാ പരിപാടി. അല്പം ചുറ്റിക്കളിയല്ല ഏട്ടാ. എൻ്റെ പൊന്നി ചേട്ടാ, ഈ ബോറൻ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വേണ്ടേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചേട്ടാ ഒരു മിനിറ്റ്. ഹലോ. അല്ല, തൻ്റെ ഒരു അനക്കവും ഇല്ലായിരുന്നല്ലോ. പിന്നെ എന്നാ ഉണ്ട്? ഓ, ഇവിടെ എന്ത് വിശേഷം? അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഓ, എന്നാത്തിനാ? ഇന്നാൾ വരാൻ പറഞ്ഞിട്ട് പകുതി വിഴുന്നപ്പോൾ പറയുന്നത് തിരിച്ചു നോക്കണം. ഓ പിന്നെ ആക്സിഡൻറ്റ്. നിൻ്റെ കെട്ടിയവനുണ്ടാ ബ്രേക്ക് കെട്ടാൻ അറിയാൻ പോലെ. മുമ്പേ പോയ വണ്ടിക്ക് എന്ന് ഇടിച്ചിട്ട് ഇടിക്കാൻ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. കഴിഞ്ഞ് പറഞ്ഞിട്ടെന്തിനാ? ഇന്ന് എവിടെ പോയതാ? എപ്പോഴാണ് വരുന്നത്? 5 മണിക്കോ? ഇപ്പം 10:30. അവിടം വരെ ഓടി വരാൻ 1 മണിക്കൂറെങ്കിലും എടുക്കും. എന്നാലും സമയമുണ്ട്. ഇത്തവണ പാട്ടി അന്തേക്ക് പോയാലോ ആവോ? അഡ്രസ്സൊക്കെ എനിക്കറിയാം. വണ്ടിയൊക്കെ ഞാൻ മാറ്റിയിട്ട് വെച്ച് നടന്നു വന്നോളാം. എന്നാൽ ശരി ശരി. അല്ലെങ്കിലും വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലല്ലോ. വന്നോളാം. എല്ലാവർക്കും സന്തോഷിക്കാൻ ഓരോ കാരണങ്ങളുണ്ടല്ലോ അല്ലേ ചേട്ടാ? ഇവിടുത്തെ ബോറൻ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വേണ്ട ചേട്ടാ. പിന്നെ പിന്നെ നടക്കട്ടെ നടക്കട്ടെ. ഇപ്പം 10:30. അവിടം വരെ ഓടി വരാൻ 1 മണിക്കൂറെങ്കിലും എടുക്കും. അത് ശരിയാണല്ലോ. എപ്പോഴാണ് വരുന്നത്? 5 മണിക്കോ? എടി 5 മണി എന്ന് പറഞ്ഞ കൃത്യം 5 മണിക്ക് ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ അതും ശരിയാണല്ലോ. ഓ പിന്നെ ആക്സിഡൻറ്റ്. നിന്റെ കെട്ടിയവനുണ്ടാ ബ്രേക്ക് കെട്ടാൻ അറിയാൻ പോലെ. മുമ്പേ പോയ വണ്ടിക്ക് എന്ന് ഇടിച്ചിട്ട് ഇടിക്കാൻ. എൻ്റെ പ്രസിഡന്റ് സോറി കേട്ടോ, ഞാൻ ഇച്ചിരി ലേറ്റായി പോയി. നിന്റെ വണ്ടി തട്ടുമുട്ടൊക്കെ ചെയ്തു പറഞ്ഞിട്ടുള്ള നേരാണോ? അതെ, ഒന്നും പറയണ്ട. ആ ചർച്ച് ജംഗ്ഷനിൽ വെച്ചായിരുന്നു. യെല്ലോ ലൈറ്റ് വീണേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് നേരം പോയതുകൊണ്ട് ഇച്ചിരി ധൃതിയിലുമായിരുന്നു. ഫ്രണ്ടിലത്തെ കാർ ഒരൊറ്റ ചവിട്ട്. ഞാനാണ് ചവിട്ടിട്ടൊട്ട് കിട്ടിയില്ല. ചെന്ന് കയറി കൊടുത്തു. എൻ്റെ പൊന്നെ, അതൊരു മാതാമത്തള്ളയായിരുന്നു. ദൈവമേ, അതും ശരിയാണല്ലോ. അല്ലെങ്കിലും വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലല്ലോ. വീട് ഇഷ്ടപ്പെട്ടോ? വീട് കൊള്ളടാ. വീട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്കൊരു വണ്ടി ഇങ്ങോട്ട് കെട്ടിയിടാനുള്ള ഒരു സൗകര്യം ഇല്ല. അപ്പൊ അതും ശരിയാ. എൻ്റെ ആനി, നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചതാടി. എന്നോട് നീ ഇത് ചെയ്ത് കളഞ്ഞല്ലോ.
ഇതെന്ത് കയ്യോടെ പിടിക്കണം. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. ഇവളിവിടെ നോക്കിയിരിക്കുവാണല്ലോ. നല്ല കള്ളത്തരം പറയാം. ഹലോ, എത്തിയോ? അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? അതെ, മോൻ്റെ സ്കൂളിൽ നിന്ന് വിളിച്ചായിരുന്നു. അവന് നല്ല സുഖമല്ലെന്ന് പറഞ്ഞു. വേഗം ചെല്ലാൻ പറഞ്ഞു വിളിച്ചു. ഇനിയിപ്പോ എന്നാ ചെയ്യും? അതെ, ഞാനങ്ങ് തിരിച്ചു പോവാ. അതെന്നാ പോക്കാ പോകുന്നേ? പുള്ളിക്കാരി സ്കൂളിലേക്ക് പോവാൻ അങ്ങ് പറഞ്ഞാ പോരെ? അവൾക്ക് ഡ്രൈവിംഗ് അറിയാൻ മേലെന്നേ. തന്നെയല്ല, ആ മൂഡ് അങ്ങ് പോയി. നമുക്കൊരു ദിവസം കൂടാന്നേ. എന്നെ പറ്റിക്കുവാണോ? അതെന്നാ അങ്ങനെ പറയുന്നേ? ഞാൻ വരാന്നേ. വേറൊരു ദിവസം ഉറപ്പായിട്ടും വരും, സത്യം. ആയിക്കോട്ടെ, ഓക്കെ എന്നാ. നിങ്ങൾ ഇതെന്നെ നേരത്തെ എത്തിയോ? ഇതിന് നേരത്തെ പോകുന്നത്? നിങ്ങളുടെ ഫോണിന് എന്നെ പറ്റിയേ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാവോ? നിങ്ങളുടെ ഫോണിന് എന്നെ പറ്റിയത്? വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നല്ലോ. ഇതെന്നെ നിങ്ങൾ ഈ തപ്പുന്നത് വല്ലതും മറന്നുപോയായിരുന്നോ? ഈ മനുഷ്യന് ഇതെന്നെ പറ്റി? ഇതെന്നെ ഒന്നും മിണ്ടാത്തത്? പറയാടി, എല്ലാം ഞാൻ പറയാം. ഇതെന്നെ പറ്റിയത്? ആണ്ട ഫോണ് നിന്നെ ഒന്ന് പറയട്ടെ. നീ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടുന്നത്? ഇതെന്നെ നിങ്ങൾ എന്നെ ഈ തപ്പുന്നേ? ട്രെയിനിങ് ഇല്ലായിരുന്നോ? അതോ ട്രെയിനിങ്ങിന് പോയില്ലേ? ഇതെന്നെ ടോയ്ലറ്റിൽ പോയില്ലേ? പോകാന്നേ, സമയമുണ്ടല്ലോ. ഇതെന്നത് ഈ മനുഷ്യന് പിച്ചായോ? കാണുന്നില്ലല്ലോ. എന്നെ കാണുന്നില്ലെന്നാ നിങ്ങൾ എന്നെ ഈ തപ്പുന്നേ? ഞാൻ തപ്പുന്നതേ വിശ്വസ്തത. ഇവിടെ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ എന്നെ ഈ തപ്പുന്നേ? അല്ല, അതെ ഞാനേ. അതല്ല, ഞാനിപ്പം അല്ല, നീ എന്നെ ഫോൺ വിളിച്ചെന്ന് പറഞ്ഞേ. അത് പറയാനായിട്ടൊന്നും നിന്ന് തരണ്ടേ? എന്നാ പറ. മോന്റെ സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു. അവന് സുഖമില്ലെന്ന്. വേഗം അങ്ങോട്ട് ചെല്ലാൻ. അയ്യോ, മോൻ എന്നാ പറ്റിയേ? അതൊന്നും അവര് പറഞ്ഞില്ല. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ദൈവമേ, അറം പറ്റിയ പോലെ ആയിപ്പോയല്ലോ. അറം പറ്റിയ പോലെ? അതെന്നാ? അവരെന്നാ പറഞ്ഞത് പറയണേ. അവരൊന്നും പറഞ്ഞില്ല, അങ്ങ് ചെല്ലാൻ പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. വണ്ടി റെയിൽവേ സ്റ്റേഷനിലാണല്ലോ. നിങ്ങളിപ്പോ ട്രെയിനല്ലേ വന്നത്? തിരക്ക് പിടിച്ചു പോകുന്നോണ്ട് ആ കാര്യം വിട്ടുപോയി. അത്യാവശ്യം വന്നാ പിന്നെ എന്നാ ചെയ്യും? അന്നേരം ഒരു അത്യാവശ്യമുണ്ട്. താഴത്തെ ടോയ്ലറ്റ് ഞാൻ നോക്കിയില്ലല്ലോ. അതെ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോട്ടെ. നിങ്ങളിപ്പോ എവിടെ പോവാന്ന്? ടോയ്ലറ്റിലോട്ട്. നിങ്ങളിപ്പോ ടോയ്ലറ്റിൽ പോവണ്ട. അതെന്നാ, ഞാൻ ടോയ്ലറ്റിൽ പോയാല്? അതിനപ്പം മേളിൽ പോയപ്പോ അവിടുത്തെ ടോയ്ലറ്റിൽ പോകണ്ട. എനിക്ക് താഴത്തെ ടോയ്ലറ്റിൽ പോയാൽ മതി. അങ്ങനെ നിങ്ങൾ താഴത്തെ ടോയ്ലറ്റിൽ പോകണ്ട. അത് ശരി, എന്റെ ആനി, എനിക്കെല്ലാം മനസ്സിലായടി. എന്നെ മനസ്സിലായി. മാറി നിക്കടി. ഇതെന്നെ ടോയ്ലറ്റിൽ പോണെന്ന് പറഞ്ഞിട്ട് പോകണ്ടേ? ടോയ്ലറ്റിലേ പോണം. പോകാന്നേ. പോകണ്ടേ? പോകണ്ട. നിങ്ങൾ വേഗം സ്കൂളിലോട്ട് ചെല്ല്. എടി, ഷൂ ഇടട്ടി. നിങ്ങൾ ഇവിടെ കിടന്ന് ചുമ്മാ ചുറ്റിക്കറങ്ങാതെ വേഗം സ്കൂളിലോട്ട് ചെല്ലാനേ. ഇപ്പൊ 10:30. അവിടം വരെ ഓടി വരാൻ 1 മണിക്കൂറെങ്കിലും എടുക്കും. അതൊന്ന് 1 മണിക്കൂർ കാർ ഓടിച്ച എവിടെയൊക്കെ എത്താം. എപ്പോഴാ വരുന്നേ? 5 മണിക്കോ? 5 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന എത്ര മലയാളികൾ കാണും? ഓ പിന്നെ ആക്സിഡന്റ്. നിന്റെ കെട്ടിയവനുണ്ടാ ബ്രേക്ക് കെട്ടാൻ അറിയാൻ പറ്റേ? എന്തുമാത്രം മനുഷ്യരുടെ വണ്ടി ഓരോ ദിവസം ഇടിക്കുന്നു. ഞാൻ ഇത്ര മണ്ടനായി പോയല്ലോ. അല്ലെങ്കിലും വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലല്ലോ. സ്വന്തമായിട്ട് പാർക്കിംഗ് ഇല്ലാത്ത എത്ര മലയാളികൾ ഇവിടെ കാണും.
ഞാൻ മണ്ടനല്ല, മരമണ്ടനായി പോയല്ലോ. എൻ്റെ ആനിയെ ഞാൻ വെറുതെ സംശയിച്ചു. ഞാൻ അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞു വിട്ട്. അല്ല, ആളെന്തേ? ടോയ്ലറ്റിലാണോ? ടോയ്ലറ്റിലോ? അല്ല, ഞാൻ സ്കൂളിൽ പറഞ്ഞു വിട്ട്. അയ്യോ, അത് കുഴപ്പമായല്ലോ. സ്കൂളിൽ ചെല്ലുമ്പോ പുള്ളിക്ക് മനസ്സിലാകത്തില്ല. അത് കുഴപ്പമില്ലെന്നേ. അവിടെ ചെല്ലുന്നതിന് മുന്നേ ഞാൻ വിളിച്ചു പറയും അവര് നമ്പർ തെറ്റി വിളിച്ചതാണ്. ചേട്ടൻ വേഗം പോകാൻ നോക്ക്. ദൈവമേ. ഓ, പെണ്ണുമ്പിള്ളയുടെ ഒടുക്കത്തെ പ്രാർത്ഥന കാരണം ഒരു കോപ്പ് നടക്കാത്തത്. വെറുതെ ഉള്ള സമയം കളഞ്ഞു. ഛേ. ആ ഹലോ, എന്നാ എൻ്റെ ആനിമോളെ? ആ സ്കൂളുകാർ വിളിച്ചായിരുന്നോ? അവരെന്നാ പറഞ്ഞേ? ആണോ?